വയനാട് തുരങ്കപാത നിർമ്മാണം തടയണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. വയനാട് പ്രകൃതി സംരക്ഷണ സമിതി നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത്. റിയ ബേബി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നുണ്ട്. റിയ, ഒരേ സമയം വലിയ പ്രതീക്ഷയും അതേസമയം ആശങ്കയും നൽകുന്നതാണ് ഈ തുരങ്കപാത. വയനാടിൻ്റെ ഭാവി തന്നെ, അല്ലെങ്കിൽ വയനാടിൻ്റെ വികസന രംഗം തന്നെ വലിയ തോതിൽ മാറുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു പാതയാണ്. പക്ഷേ അതേസമയം വയനാട് പോലെ നമ്മൾ പല അപകടങ്ങളും ദുരന്തങ്ങളും കണ്ടിട്ടുള്ളതാണ്. പ്രകൃതിയാകെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയാണ് ഉയർത്തിയ സമിതിയൊക്കെ കോടതിയിലെത്തിയത്. അപ്പോൾ എന്തായാലും കോടതി എന്ത് കാരണങ്ങൾ വെച്ചാണ് സമിതിയുടെ ആവശ്യങ്ങൾ തള്ളുന്നത്, അതുമായി മുന്നോട്ട് പോകാമെന്ന് തീരുമാനം അറിയിക്കുന്നത്? ദിവിഷ്, ഈ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാം എന്നതാണ് ഹൈക്കോടതി ഇന്ന് ഹർജി പരിഗണിച്ചപ്പോൾ വ്യക്തമാക്കിയത്. വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയായിരുന്നു ഈ തുരങ്കപാതയുടെ നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതിൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാണിച്ചത് നേരത്തെ ദിവിഷ് പറഞ്ഞതുപോലുള്ള പാരിസ്ഥിതിക ആഘാത സാധ്യതകൾ, പ്രത്യേകിച്ച് അടുത്തിടെ വയനാടുണ്ടായ ദുരിതങ്ങളൊക്കെ മണ്ണിടിച്ചിലടക്കമുള്ള, ഉരുൾപൊട്ടലടക്കമുള്ള ദുരിതങ്ങളടക്കം ഹൈക്കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയുണ്ട് എന്നതായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഹൈക്കോടതി ആ ഹർജി തള്ളുകയും നിർമ്മാണവുമായി മുന്നോട്ട് പോകാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ത് നിരീക്ഷണമാണ് ഹൈക്കോടതി ഇതിൽ നടത്തിയിരിക്കുന്നതെന്നറിയാൻ വിധിയുടെ പകർപ്പ് ലഭിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇവർ മുന്നോട്ട് വെച്ച ആശങ്കകൾ അത് അടിസ്ഥാനരഹിതമാണ് എന്നൊരു നിരീക്ഷണം ഹൈക്കോടതി കണ്ടുകൊണ്ടായിരിക്കാം ഇതിന് അനുമതി നൽകിയിരിക്കുന്നത്. ഈ പാരിസ്ഥിതികാഘാത പഠന റിപ്പോർട്ടൊക്കെ കോടതിയുടെ മുമ്പാകെ എത്തിയിട്ടുണ്ടായിരുന്നപ്പോൾ അതുകൂടി പരിഗണിച്ചായിരിക്കാം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും നിർമ്മാണം മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. വയനാട് നിന്ന് കോഴിക്കോട് നിന്ന് വയനാടേക്ക് ഉള്ള ഗതാഗതം സുഗമമാക്കുക എന്നതാണ് വയനാട് ഈ ഇരട്ട ടണൽ ഉൾപ്പെടെ വരുന്ന തുരങ്കപാതയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ആനക്കാംപൊയിലിൽ നിന്ന് മേപ്പാടി വരെ 22 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ എത്താൻ കഴിയും. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കൊഴിവാക്കും. അതൊക്കെയാണ് വലിയ നേട്ടമായി മുന്നോട്ട് വെക്കുന്നത്. അതേസമയം ഈ ആശങ്കകൾ മറുവശത്തുണ്ട്. എന്തായാലും എന്താണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്നത് അറിയേണ്ടിയിരിക്കുന്നു. അത് വരും മണിക്കൂറുകളിൽ ലഭ്യമാവുകയും ചെയ്യും. 2134 കോടി രൂപയുടെ പദ്ധതിയാണ്, ഇരട്ട ടണൽ വരുന്ന പദ്ധതിയാണ്. അതിന് ഒരു അനുമതി, അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ശരി, എന്തായാലും ആ പദ്ധതി എന്നത് വലിയ മാറ്റങ്ങൾക്ക് ഇടവരുത്തുന്ന പദ്ധതിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളായിരിക്കട്ടെ, പ്രകൃതിയിൽ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ആ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ശാസ്ത്രീയ പഠനങ്ങളൊക്കെ നടത്തി തന്നെയാണ് പാതയുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം നല്ല നിലയിൽ ആ പാത പൂർണ്ണമാകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കാം അല്ലെങ്കിൽ മറികടക്കാം എന്നുകൂടി ചിന്തകൾ ഇതിനൊപ്പം നടക്കും. റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്.